ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ്? പ്രദൂഷ രണ്ടാമൻ, നാനാ സാഹിബ്, താന്തിയോ തോപ്പി, കൻവർ സിംഗ്. ഉത്തരം സി, താന്തിയോ തോപ്പി. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം? കൊല്ലം, കോട്ടയം, പുറക്കാട്, പട്ടണം. ഉത്തരം ഡി, പട്ടണം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, മധ്യപ്രദേശ്. ഉത്തരം ആന്ധ്രാപ്രദേശ്. 4. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? ജനീവ, റോം, വിയന്ന, ന്യൂയോർക്ക്. ഉത്തരം ജനീവ. 5. ഗാന്ധി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു: നിസ്സഹകരണ പ്രസ്ഥാനം, ഖേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. 5 എ ആണ് ശരിയായ ഉത്തരം. 3, 2, 1, 4. ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഇതാണ് അതിന്റെ ക്രമം. 6. 2021 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ? ഡോക്ടർ പൽപു, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ. 6 ഓപ്ഷൻ ബി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്രതല ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. 7 ബി ആണ് ഉത്തരം. 1ഉം 2ഉം മാത്രം ആണ് ശരി. 8. തിരമാലകൾ എന്നാൽ? ജലത്തിന്റെ ചലനം, സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ്ജ പ്രവാഹം, ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രത്തിനുണ്ടാകുന്ന ചലനം. ബി ആണ് ഉത്തരം. 1ഉം 3ഉം ആണ് ഉത്തരം. ജലത്തിന്റെ ചലനം, ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രത്തിനുണ്ടാകുന്ന ചലനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമുദ്രങ്ങളെ കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമുദ്രം വീതി കുറവാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വ തീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. 9 ഉത്തരം എ. 10. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എൽനിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ ഏതല്ല? മധ്യരേഖ വായുചക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു. സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാക്കുന്നു. ദ്രവങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു. കാലാവസ്ഥാ മാറ്റത്തിന് ഇതൊരു കാരണമാകുന്നു. 10 ഡി ആണ് ഉത്തരം. 1ഉം 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 11. ഇന്ത്യയിൽ ഒരു പ്രധാന ഭൗമതാപോർജ്ജ ഉത്പാദന കേന്ദ്രമാണ്? പുകതായ്വഴ, മണികരൻ, ദിഗ്ബോയി, ആംഗലേശ്വർ. 11 ബി ആണ് ഉത്തരം. 1ഉം 2ഉമാണ് ശരി. 12. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്? അസാനി, മാൻഡസ്, മിഷോങ്, യാസ്. 12 സി ആണ് ഉത്തരം. 13. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറംപണിക്കരാർ, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം. ഇവയൊന്നുമല്ല. 13 എ ആണ് ഉത്തരം. GST നിലവിൽ വന്നത്? ജൂലൈ 2016, ഏപ്രിൽ 2016, ജൂലൈ 2027, ഏപ്രിൽ 2027. 14 ജൂലൈ 2017 ആണ് ശരി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുന്നു. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യതയുണ്ടായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം 1970-ന്റെ പകുതി മുതൽ 1980-ന്റെ പകുതി വരെയാണ്. ഇവയൊന്നുമല്ല. 15 ഡി ആണ് ഉത്തരം. ഇവയൊന്നുമല്ല. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? 16 സി ആണ് ഉത്തരം. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. 17 നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. ഇവയല്ല. 17 ഡി. ഇവയെല്ലാം ആണ് ശരി ഉത്തരം. 18 പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത്? 28 ആഗസ്റ്റ് 2014, 28 സെപ്റ്റംബർ 2014, 28 ഒക്ടോബർ 2014. ഇവയൊന്നുമല്ല. 18 എ ആണ് ഉത്തരം. 28 ആഗസ്റ്റ് 2014. 19 താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. കോടതിയെ സമീപിക്കാവുന്നതാണ്. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. 19 സി ആണ് ഉത്തരം. 1ഉം 2ഉം. 20 സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം? 20 ഡി ആണ് അനുച്ഛേദം 248. 21 താഴെ തന്നിരിക്കുന്നതിന് ശരിയായത് കണ്ടെത്തുക. 21 ബി ആണ് ഉത്തരം. 1ഉം 2ഉമാണ് ശരി. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. 2 സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. 21 ബി ആണ് ഉത്തരം. 22 ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം. 22 സി ആണ് ഉത്തരം. കൺകറന്റ് ലിസ്റ്റ്. 23 താഴെ പറയുന്നവയുടെ ശരിയായ പ്രസ്താവന ഏത്? 44ാമത് ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. 52ാമത് ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. 73ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 74ാമത് ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. 23 സി ആണ് ഉത്തരം. 3ഉം 4ഉമാണ് ശരി.
24 താഴെ പറയുന്നതിന് ശരിയായ പ്രസ്താവന ചെയ്ത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തിൽ 47 ഡിസംബർ 9 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7. 24 എ ആണ് ഉത്തരം. എ, ബി ആണ് ശരി. 25 താഴെ തന്നിരിക്കുന്നവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ചെയ്ത്. 1988 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിത, കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി, അന്തരിച്ചത് 2023 നവംബർ 22. 25 ബി 2, 3 ശരി ഉത്തരം. 26 അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ. 26 ബി ആണ് ഉത്തരം. ആർട്ടിക്കിൾ 358. 27 നിലവിലെ UPS ചെയർമാൻ ആരാകുന്നു? 27 ബി മനോജ് സോണി. 28 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ചെയ്ത്. 28 ഡി ആണ് ഉത്തരം. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാകുന്നു. 28 ഡി. 29 കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്. 29 കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്. ഫെബ്രുവരി 19 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 30 കേരളം നെൽവയ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? 2007 28 നമ്പർ ആക്ട്, 2008 26 നമ്പർ ആക്ട്, 2007 28 നമ്പർ ആക്ട്, 2008 25 നമ്പർ ആക്ട്. 30 ഓപ്ഷൻ എ ആണ് ഉത്തരം. 2008 28 നമ്പർ ആക്ട്. 31 കേരള ജുഡീഷ്യൽ സർവീസിലെ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരു അംഗത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? 31 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഹൈക്കോടതി. 32 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിന്റെ ഉത്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? 32 ഓപ്ഷൻ എ ആണ് ഉത്തരം. ഡോപ്പമിൻ. 33 വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും മറിഞ്ഞ് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ്? 33 ഓപ്ഷൻ സി ആണ് ഉത്തരം. സിറോഫ്താൽമിയ. 34 താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? 34 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3ഉം 4ഉമാണ് തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത്. 3ഉം 4ഉമാണ് തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത്. 35 RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. അഡിനിൻ, തൈമിൻ, യുറാസിൽ, സൈറ്റോസിൻ. 35 ഓപ്ഷൻ ബി ആണ് ഉത്തരം. തൈമിൻ. 36 ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം. 36 എ ചെറുതന, ആലപ്പുഴ. 37 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞർ. 37 ഡി ഡ്രൂ വെയ്സ്മാൻ. 38 ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന് ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? 38 ഓപ്ഷൻ ബി റേഡിയോ തരംഗം. 39 പ്രതലബലത്തിന്റെ SI യൂണിറ്റ് പ്രസ്താവിക്കുക. 39 പ്രതലബലത്തിന്റെ SI യൂണിറ്റ് പ്രസ്താവിക്കുക. ബി ജൂൾ പെർ മീറ്റർ സ്ക്വയർ. 40 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പാലായന പ്രവേഗം എത്രയായിരിക്കും? ഇവിടെ M1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോഡിയുടെ മാസ് ആണ്, 20 ഗ്രാം ആണ്. ആ ബോഡിയുടെ എസ്കേപ്പ് വെലോസിറ്റി VE1 എന്ന് പറഞ്ഞാൽ 11.2 km/s. രണ്ടാമത്തെ ബോഡിയുടെ മാസ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാം. അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ √2gm/r. BE ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എസ്കേപ്പ് വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് റൈസ്ഡ് ടു ദി പവർ ഓഫ് 0 ആണ്. അപ്പൊ VE2/VE1 m2/m1 0 എന്ന ഇക്വേഷൻ കിട്ടും. M2 ഉണ്ട്, M1 ഉണ്ട്, VE1 ഉണ്ട്. അപ്പൊ VE2 കണ്ടുപിടിക്കാം. VE2 നമുക്ക് 11.2 km/s എന്നാണ് കിട്ടുന്നത്. Capital G 6.674 into 10⁻11 meter cube kilogram raised to -1 second raised to -10. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. പിന്നെ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി എർത്ത്, അത് 5.972 into 10⁻24 കിലോഗ്രാം എന്ന് കിട്ടും. പിന്നെ റേഡിയസ് ഓഫ് ദി എർത്ത് 6.371 into 10⁻6 മീറ്റർ. അത് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ് ആണ്. ആ വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടാമത്തെ ബോഡിയുടെ എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ കിട്ടും. 41 ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? G = 10 m/s². അന്തരീക്ഷ മർദ്ദം 180, സാന്ദ്രത 10³ kg/m³. ടോട്ടൽ പ്രഷർ = അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ്. പ്രഷർ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ρ × G × H ആണ്. അത് 1000 × 10 × 10 10⁵ പാസ്കൽ 10⁵ ആണ് 180. അതാണ് വാട്ടർ അനുഭവപ്പെടുന്ന പ്രഷർ. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് എയർ പ്ലസ് പ്രഷർ ഓഫ് വാട്ടർ ആണ്. അപ്പോൾ 180 + 180 = 280 എന്ന് ആൻസർ കിട്ടും. 42 മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻ ബി 7.4 ആണ് ഉത്തരം. 43 സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം. നിക്കൽ, ചെമ്പ്, സിങ്ക്, അലൂമിനിയം. 43 എ നിക്കലാണ് ഉത്തരം. വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഒരു ഉദാഹരണമാണ്? ബോയിൽ നിയമം. ഓപ്ഷൻ ബി ബോയിൽ നിയമമാണ് ഉത്തരം. 45 ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? ഓപ്ഷൻ ഡി ഹീലിയമാണ് ഉത്തരം. 46 അമ്മഞ്ഞൂർ മാധവ് ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കഥകളി, കൂത്ത്, കൂടിയാട്ടം, ഓട്ടംതുള്ളൽ. 46 ഓപ്ഷൻ സി ആണ് ഉത്തരം, കൂടിയാട്ടം. 47 ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സരിക്കുന്നു. ഓപ്ഷൻ ബി ഫുട്ബോൾ ആണ് ഉത്തരം. 48 ആശയഗംഭീര എന്നറിയപ്പെടുന്ന മലയാള കവി. ഉത്തരം ഓപ്ഷൻ ഡി കുമാരനാശൻ. 49 മറ്റുള്ള ഭാഷകൾ കേവലം താത്രിമൻ മർത്തന്യ ബെറ്റമ്മ തൻഭാഷതൻ ആരുടെ വാക്കുകളാണ്? 49 ഓപ്ഷൻ എ ആണ് ഉത്തരം, വെള്ളത്തോട്. 50 അടുത്തിടെ ചൈനയിലെ കുട്ടികൾ കണ്ടെത്തിയ വൈറസ് ബാധ. H1N1, H9N2, ബേരിയോള, റൂബിയോള വൈറസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, H9N2. 51ാമത്തെ ചോദ്യത്തിൽ 2 × 1/2 + 3 × 1/3 + 4 × 1/4 = എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഹോൾ നമ്പേഴ്സ് 2, 3, 4 ആണ്. അത് 3 ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും.
ഫ്രാക്ഷൻ പാർട്ട് എടുക്കാം 1/2 + 1/3 + 1/4 ആണ് ഫ്രാക്ഷൻ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ദി ഡിനോമിനേറ്റേഴ്സ് 2, 3, 4ന്റെ ഡിനോമിനേറ്റർ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമ്മൾ എടുക്കുമ്പോൾ LCM നമ്മൾ എടുക്കുമ്പോൾ 12 ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 13/12 എന്ന് കിട്ടും. 13/12 എന്ന് പറഞ്ഞാൽ ഒരു മിക്സഡ് ഫ്രാക്ഷനിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. 13/12 മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 × 1/12 എന്ന് കിട്ടും. എന്നിട്ട് ആ 1 × 1/12 ഹോൾ നമ്പേഴ്സിന്റെ സമ്മും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 × 1/12 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 10 × 1/12 ആണ് ആൻസർ. 52ാമത്തെ ക്വസ്റ്റ്യനിൽ 100³ × 1000⁵ = 10⁻x ആയാൽ എക്സിന്റെ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യൻ. 100 എന്ന് പറഞ്ഞാൽ 10² ആണ്. എന്നാൽ നമുക്ക് 10² എന്നത് 10⁻6 എന്ന് കിട്ടും. 1000 എന്ന് പറഞ്ഞാൽ 10³ അപ്പം 1000⁵ നമുക്ക് 10³ എന്ന് 10⁻50 എന്ന് കിട്ടും. Multiply the terms by adding their exponents. 10⁻6 × 10⁻15 = 10⁻6 + 15 = 10⁻21 എന്ന് കിട്ടും. അതുമായിട്ട് 10⁻x ഈക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 21 എന്ന് കിട്ടും. 53ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ 35ാമതും 15ഉം 15ാമതും 35ഉം ആയാൽ ആ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണെന്നാണ് ചോദ്യം. T35 - T15 = 35 - 15 × D. അങ്ങനൊരു ഇക്വേഷൻ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്ന D ആണ് അവിടുത്തെ പൊതുവ്യത്യാസം. അപ്പോൾ 15 - 35 = 20D. അപ്പം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് D = -1 എന്ന് കിട്ടും. 57ാമത്തെ ചോദ്യം, എയുടെ 30% ബിയുടെ 20% ആയാൽ A + B⁻B - A റേഷ്യോ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30/100A = 20/100B ആണ്. 3A = 2B ആണ്. A/B = 2/3 ആണ്. Substitute A = 2 and B = 3 into the required expression. A + B = 2 + 3 = 5. B - A = 3 - 2 1. അപ്പോൾ റേഷ്യോ നമുക്ക് 5/1 എന്നാണ് കിട്ടും. 55ാമത്തെ ചോദ്യം, ബോംബെ 52 ആയാൽ ഡൽഹി എത്രയാണെന്നാണ് ചോദ്യം. ബോംബെയുടെ നമ്മൾ ആൾജിബ്രായിക് പൊസിഷൻ ഓഫ് വാല്യൂസ് നമ്മൾ നോക്കുമ്പോൾ B2, O15, M13, E2, A1/25 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 58 എന്ന് കിട്ടും. സബ്ട്രാക്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദി 6 ലെറ്റർ വേർഡ്. അപ്പം ബോംബെയിൽ 6 ലെറ്റർ ആണുള്ളത്. അത് നമ്മൾ ആ 6 ലെറ്റേഴ്സ് അപ്പം അതിന്റെ സമ്മിൽ നിന്ന് കൊടുക്കുമ്പോൾ 58 - 6 = 52 എന്ന് കിട്ടും. ഡൽഹിയിൽ നമ്മൾ അതിന്റെ പൊസിഷന്റെ വാല്യൂസ് എടുക്കുമ്പോൾ 38 എന്ന് കിട്ടും. അതിന്റെ ടോട്ടൽ ലെറ്റേഴ്സ് 5 ആണ്. 38 - 5 = 33. അപ്പോൾ 33 ആണ് ആൻസർ. 56ാമത്തെ ചോദ്യം, 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 വർഷത്തേക്കുള്ള പലിശ എത്രയാണെന്നാണ് ചോദ്യം. സാധാരണ പലിശ നിരക്കിൽ 6% 6000 രൂപയ്ക്ക് 10 മാസം ലഭിക്കുന്ന പലിശ എത്രയാണെന്നാണ് ചോദ്യം. സാധാരണ പലിശ നിരക്കിന്റെ ഇക്വേഷൻ അറിയാം. E = P × N × R/100 ആണ്. അപ്പോൾ 10/12 years എന്ന് പറഞ്ഞാൽ 5/6 years ആണ്. അപ്പോൾ ഒരു വർഷം 12 മാസമാണുള്ളത്. 10 മാസത്തേക്കുള്ള പലിശയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 10/12 years 5/6 years ആണ്. അപ്പോൾ I = P × N × R/100 ആണ്. അപ്പോൾ P എന്ന് പറഞ്ഞാൽ 6000 ആണ്. N എന്ന് പറഞ്ഞാൽ 5/6 എത്ര കാലാവധിയാണ്. R എന്ന് പറഞ്ഞാൽ അതിന്റെ പലിശ നിരക്കാണ്. അപ്പോൾ നമുക്ക് 300 രൂപ എന്നാണ് കിട്ടുന്നത്. 57, കൂട്ടത്തിൽ ബന്ധമില്ലാത്തത് കണ്ടെത്തുകയാണ് ക്വസ്റ്റ്യൻ. 361 എടുത്താൽ 10 ആണ് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 525 ഫൈനൽ സ്ക്വയർ ആണ് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 625 25 സ്ക്വയർ ആണ് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 391 പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ 391 കൂട്ടത്തിൽ പെടാത്തത്. 58ാമത്തെ ക്വസ്റ്റ്യൻ, 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര തിരിയുന്നതാണ്. ഫുൾ സൈക്കിൾ 360 ഡിഗ്രിയാണ്. 60 മിനിറ്റ് 360 ഡിഗ്രിയാണ് ഫുൾ സൈക്കിൾ. അപ്പം 6 ഡിഗ്രി പെർ മിനിറ്റ് ആണ്. therefore it rotates 6 degree per minute. 360/60 ആണ്. മൾട്ടിപ്ലൈ ബൈ 40 മിനിറ്റ്സ്. അപ്പം 40 × 6 = 240 ഡിഗ്രി. 240 ഡിഗ്രിയാണ് 240 ഡിഗ്രിയാണ് മിനിറ്റ് സൂചി 40 മിനിറ്റിൽ തിരിയുന്നത്. 59ാമത്തെ ചോദ്യം, ഒരു എണ്ണൽ സംഖ്യ അതിന്റെ ഉൾക്രമത്തിന്റെ 16 മടങ്ങാണെങ്കിൽ സംഖ്യ എത്രയെന്നാണ്. X = 16 × 1/x എന്ന് ആണ് നമുക്ക് ആൾജിബ്രായിക് ഫോമിൽ നമുക്ക് കിട്ടുന്നത്. X² = 16, X = √16 = 4 എന്ന് കിട്ടും. 60ാമത്തെ ചോദ്യം, 6/15 ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ ഏതെന്നാണ് ചോദ്യം. റൂൾ ഓഫ് സൈക്ലിസിറ്റി എന്ന റൂൾ ഉപയോഗിക്കും. പോസിറ്റീവ് ഇന്റീരിയർ പവർ ഓഫ് ദി നമ്പർ 6 always assess in a number ending with the digit 6. 6/1 = 6, X² = 36, X³ = 216. യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 6/15 is 6 തന്നെയായിരിക്കും. Which of the following sentences contains a gerund? 61 ഓപ്ഷൻ സി ആണ് ഉത്തരം. He enjoys playing soccer. 62, that was dash disappointed but we managed to get a dash room across dash hall from it. 62 ഉത്തരം ബി ആണ്. A the that was a disappointment but we managed to get the room across the hall from it. 63, as soon as he came, he made sure that everything was alright. Change into a negative sentence without changing its meaning. 63 ഓപ്ഷൻ എ ആണ് ഉത്തരം. No sooner did he come than he made sure that everything was alright. 64, if James dash enough money, he dash buy a new car next year. 64 എ ആണ് ഉത്തരം. If James had enough money, he would buy a new car next year. 65, he was absent dash he was sick. 65 എ ആണ് ഉത്തരം. He was absent because he was sick. 66, choose the correct meaning of the foreign words and phrases. 66 ഓപ്ഷൻ സി ആണ് ഉത്തരം. A love affair. 67, choose the correctly spelled word. 67 സി ആണ് ഉത്തരം. Discrepancy.
DASCREPANCY. അടുത്ത സി ആണ് ഉത്തരം. മെയ്ഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ്. അതാണ് 69. ദേ സെഡ് ലെറ്റ് us come in. 69. ഡി ആണ് ഉത്തരം. ദേ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് them come in. റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് ഇവിടെ പറയുന്നത്. ലെറ്റ് us come in. They said let us come in, but they requested me to let them come in. 70. എ സ്പീച്ച് മെയ്ഡ് ബൈ someone for the first time. 70 ഓപ്ഷൻ എ ആണ് ഉത്തരം. മെയ്തൻ സ്പീച്ച്. 71. ശരിയായ പ്രയോഗം ഏത്? 71 ഉത്തരം ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായത്. 10 തെങ്ങ് 100 പുസ്തകം, ഇത് രണ്ടുമാണ് ശരിയായ പ്രയോഗം. 72. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം. 72 ഓപ്ഷൻ സി ആണ് ഉത്തരം. നേത്രി. 73. മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായ പദമാണ്. 73 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3ഉം 4ഉം ശരിയാണ്. മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായ പദമാണ് തൈജസകീലം, ഗദ്യോതം. 74. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം. 74 എ ആണ് ഉത്തരം. 1 മാത്രമാണ് ശരി. പഞ്ചകൻ. 75. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ്. 75 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉമാണ് ശരിയായത്. അർത്ഥം വിത്തം. 76. ശരിയായ വാക്കുകൾ ഏത്? 76 ഓപ്ഷൻ ഡി. 2ഉം 4ഉം ശരിയാണ്. രക്ഷകർത്താവ്, ഹാർദം. 77. ഫാഷൻ മോങ്കർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ ഏത്? 77 ഓപ്ഷൻ എ. 1 മാത്രമാണ് ശരി. അഴകിയ രാവണൻ. 1 മാത്രം ശരിയാണ്. 78. കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം ഏത്? 78 ഓപ്ഷൻ സി ആണ് ഉത്തരം. കഥാസാരം ആണ് ഉത്തരം. 79. പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതിയത്. പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത്. 79 ഓപ്ഷൻ എ. 1ഉം 3ഉം ശരിയാണ്. 80. അകത്തു കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം. 80 ഓപ്ഷൻ ഡി. 4 മാത്രം ശരിയാണ്. 4 ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും, അതാണ് ശരി ഉത്തരം. 81. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? 81 സി. ഉത്തർപ്രദേശ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? 82 ഓപ്ഷൻ സി. ബോർഡിലോൺ. 83. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? 83 ഓപ്ഷൻ ബി. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. 84. താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യമല്ലാത്തത് ഏത്? 84 ഓപ്ഷൻ എ. ആഞ്ഞിലി. 85. ഭീമൻ പാണ്ഡ ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത്? 85 ഓപ്ഷൻ എ. WWF. 86. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? 86 ഓപ്ഷൻ സി. ഭോപ്പാൽ. 87. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി. 87 ഓപ്ഷൻ ബി. തിമിംഗല സ്രാവ്. 88. താഴെ പറയുന്നവയിൽ കടുവ സംഗീതം ഇല്ലാത്ത സ്ഥലം ഏത്? 88 ഓപ്ഷൻ ബി. വയനാട്. 89. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? 89 ഓപ്ഷൻ ബി. ചെങ്കുറിഞ്ഞി. 90. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 90 ബി. 1986. 91. കേരളത്തിലെ ഏക മയിൽ സംഗീതം ഏതാണ്? 91 ഓപ്ഷൻ എ. ചൂലന്നൂർ. 92. കേരളത്തിൽ വന്യജീവി സംഗീതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? 92 ഓപ്ഷൻ എ. കാസർഗോഡ്. 93. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? 93 ഓപ്ഷൻ ഡി. ചെന്നൈ. 94. താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന ഏത്? 94 ഓപ്ഷൻ സി. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു, അതാണ് ശരിയായ പ്രസ്താവന. 95. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? 95 ഓപ്ഷൻ എ. വനം മേധാവി. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ വനം മേധാവി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 95 എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 96. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നതിന് ഏത് നിയമപ്രകാരമാണ്? കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? 96 ഓപ്ഷൻ എ. കേരള ഫോറസ്റ്റ് ആക്ട് 1961. കേരള ഫോറസ്റ്റ് ആക്ട് 1961. 97. എന്താണ് NTFP? 97 ഓപ്ഷൻ ബി. തടീതര വനോൽപ്പന്നങ്ങളാണ് NTFP. 98. പ്രോജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം? ഓപ്ഷൻ എ. 1992. 99. ഐ ടി നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. 99 ഓപ്ഷൻ ബി. സെക്ഷൻ 65 ആണ് ഉത്തരം. 100. ജോയിന്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ്? 100 ഓപ്ഷൻ സി ആണ് ഉത്തരം. സെക്ഷൻ 66.